എറണാകുളം മഹാരാജാസ് കോളേജിലെ അഭിമന്യു വധക്കേസിൽ വിചാരണ ആരംഭിക്കുന്ന തീയതി ഇന്ന് തീരുമാനിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുക. കഴിഞ്ഞ തവണ ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായ 16 പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചിരുന്നു. കുറ്റപത്രത്തിന്റെ ഭാഗമാകാത്ത സാക്ഷികളുടെയും രേഖകളുടെയും വിവരങ്ങൾ ഇന്ന് ഹാജരാക്കണമെന്നും പ്രോസിക്യൂഷന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസിൽ 26 പ്രതികളെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അർജുൻ മട്ടന്നൂർ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. അർജുൻ, കോടതി നടപടികൾ എപ്രകാരമാണ്? കൂടുതൽ വിവരങ്ങൾ എന്താണ്? റോഷ്നി, കേരളം ഏറെ ഞെട്ടിയ, കേരളത്തെ സങ്കടപ്പെടുത്തിയ ഒരു കൊലപാതക കേസിൽ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വിചാരണ ആരംഭിക്കാൻ പോവുകയാണ്. 2018 ജൂലൈ മാസമാണ് മഹാരാജാസ് കോളേജിൽ അഭിമന്യു എന്ന് പറയുന്ന വിദ്യാർത്ഥി നേതാവ്, ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടത്. പോപ്പുലർ ഫ്രണ്ട്, ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായിരുന്നു പ്രതികൾ. ഈ പ്രതികളെ വർഷങ്ങൾ കൊണ്ട് തന്നെ പോലീസ് പിടികൂടുകയും ചെയ്തു. നിലവിൽ ഇക്കഴിഞ്ഞ 6-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട കുറ്റപത്രം പ്രതികളെ വായിച്ച് കേൾപ്പിച്ചിരുന്നു. 16 പ്രതികളും കോടതിയിൽ ഹാജരാവുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇന്ന് വീണ്ടും ഈ കേസ് കോടതി പരിഗണിക്കുകയാണ്. എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കാൻ പോകുന്നത്. ഇന്ന് വിചാരണ തീയതി അടക്കം കോടതി തീരുമാനിച്ചേക്കും. മാത്രവുമല്ല, നേരത്തെ ഈ പ്രതികൾ ഹൈക്കോടതി നൽകിയ വിടുതൽ ഹർജിയും അതോടൊപ്പം തന്നെ വിചാരണ നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയും കോടതി തള്ളുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇനി വിചാരണയിലേക്ക് കോടതിക്ക് കടക്കാൻ കഴിയുകയും ചെയ്യും. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഈ വിചാരണയിൽ നിന്ന് ഒഴിവാക്കേണ്ട സാക്ഷികൾ, അതോടൊപ്പം തന്നെ തൊണ്ടി മുതൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഒരു പട്ടിക ഇന്ന് പ്രോസിക്യൂഷൻ കോടതിക്ക് കൈമാറും. അതിനുശേഷമായിരിക്കും കോടതി ഇതിൽ തീരുമാനമെടുക്കുക. എന്തായാലും നേരത്തെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വിചാരണ ഇതേ കോടതിയിൽ നടക്കുകയായിരുന്നു. അതാണ് ഈ കേസിന്റെ വിചാരണ വൈകാൻ ഒരു പ്രധാനപ്പെട്ട കാരണമായത്. എന്തായാലും ആ കേസ് കഴിഞ്ഞ് ഇപ്പോൾ ഉടൻ തന്നെ ഈ കേസിന്റെ വിചാരണയിലേക്ക് കോടതി കടക്കുകയാണ്. ഉടൻ തന്നെ ഈ കേസിന്റെ വിചാരണ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കാര്യങ്ങളടക്കം ഇന്ന് അറിയാൻ കഴിയും. എന്തായാലും 16 പ്രതികളും ഇന്നും കോടതിയിൽ ഹാജരാകുമെന്നാണ് മനസ്സിലാക്കുന്നത്.